ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓണം സീരീസിലെ 8ാമത്തെ പാർട്ടാണ്. കൂട്ടുകറിയും പുളിശ്ശേരിയുമാണ്. കൂട്ടുകറിക്ക് ആവശ്യമായ സാധനങ്ങൾ: കായ, ചേന, മത്തങ്ങ, കടല, ഗ്രീൻ പീസ്. ഇതിനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, 1 ഗ്ലാസോളം വെള്ളമൊഴിച്ച് ഇതെല്ലാം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനായിട്ട് കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് മസാലക്കൂട്ട് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 സ്പൂണോളം ജീരകം, 2 സ്പൂൺ കുരുമുളക്, 3 വറ്റൽ മുളക്, ഇവ നന്നായിട്ട് ആ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒന്ന് തരിതരിപ്പോടെ പൊടിച്ചു മാറ്റി വെക്കാം. ഈ പാനിൽ തന്നെ 2 ടീസ്പൂൺ ഉഴുന്നും 1 കപ്പോളം തേങ്ങ ചിരകിയതും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയിൽ നിന്നും ഒരു പകുതി എടുത്ത് നന്നായിട്ട് അരച്ച് നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന കഷ്ണങ്ങളുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ അരപ്പ് കഷ്ണങ്ങളുടെ കൂടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. അരപ്പെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകവും കുരുമുളകും ചതച്ച് വെച്ച കൂട്ടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ലേശം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പീര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ കൂട്ടുകറിയുടെ തയ്യാറാണ്. അടുത്ത റെസിപ്പി നോക്കിയാലോ? അടുത്ത റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ടൊരു പുളിശ്ശേരിയാണ്. അതിന് 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിനെ ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 2 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും ഇട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേന് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ചെടുത്തിട്ട് വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അരപ്പൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. ശേഷം തൈര് നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പിലേക്ക് തൈര് നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ കടുക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ചെറിയ ഉള്ളി കനം കുറഞ്ഞരിഞ്ഞതും, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇവ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.